ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്റെ ചാനലല്ല, നിങ്ങളുടെ ചാനലല്ല. കുഞ്ഞിനപ്പുറത്തുണ്ട്. അപ്പൊ ഗായ്സ്, സ്റ്റോറി ആൻഡ് എന്താ പറയുക, സ്റ്റോറി ആൻഡ് ട്രാവൽ വിത്ത് ഷെമീൽ സുൽത്താൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയൊരു വീഡിയോ ആണ് ഇന്ന്. കുറെ നാളായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് സ്റ്റോറീസ് ഇടുന്നുണ്ട്, പക്ഷെ നമുക്കൊരു ഡെയിലി വ്ലോഗ് എന്ന ലെവലിലൊന്നും ചെയ്തിട്ടില്ല. അപ്പോ ഇന്ന് നമ്മൾ പോകുന്നത് എവിടേക്കാണ് അറിയോ? നിങ്ങളുടെ ചാനലില് ഇതിന്റെ ഉണ്ടാവില്ലേ? ഉണ്ടാവും. പോകുന്നത് കൊല്ലങ്കോട്. യെസ്, കൊല്ലങ്കോടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ടാവാം അല്ലെ, ഡ്രൈവ് ചെയ്യാണ്. അപ്പോ അങ്ങനെ പോട്ടെ. അപ്പൊ ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊല്ലങ്കോട് എത്തിയിട്ടാവാം ഗായ്സ്. ഓക്കെ, ബൈ ഗായ്സ്. കൊല്ലങ്കോട് എത്തിയിട്ടില്ല, അതിന് മുന്നേ ഒരു വ്യൂ കണ്ടപ്പോ നിർത്തിയതാണ്. എന്താണ് കിടിലം വ്യൂ! ചുറ്റും മലനിരകള്, ഒപ്പം തന്നെ താഴെ നെൽക്കതിരുകള് ആയിട്ടില്ല, നെൽപ്പാടങ്ങൾ അങ്ങനെ പറയാ, നെൽപ്പാടങ്ങൾ. ഈ റോഡിന്റെ ഇരുവശവും അങ്ങനെ തന്നെയാണ്. ഇരുവശവും നെൽപ്പാടങ്ങളാണ്. ഇതിന്റെ ബാക്ക് സൈഡ് നെല്ലിയാമ്പതി മലകളാണെന്നാണ് എന്റെ നിഗമനം. അതന്നെയാണ്. ഗൈസ്, അപ്പൊ നമ്മൾ ഇവിടെ കൊല്ലങ്കോട് എത്തി. ഇതാണ് കുടിലിടം. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇതാണ് നമ്മുടെ. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ ടിക്കറ്റ് എടുക്കാം. ഇവിടെ ഒരുപാട് സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അവില്, മട്ടരി, ഉണക്കലരി, പായസത്തിന് വേണ്ടുള്ളത്. അതുപോലെ ഒരുപാട് ധാന്യങ്ങളും ഒപ്പം തന്നെ ഇവരുടെ കൗശല വസ്തുക്കൾ എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. പഴയ നമ്മുടെ അരിക്കലാമ്പ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ടിക്കറ്റ് എടുക്കുക, എന്നിട്ട് വേണം അങ്ങോട്ട് കയറാൻ. ബാക്കി ഡീറ്റെയിൽസ് ഉള്ളിലോട്ട് കയറിയിട്ട് ഞാൻ പറയാം. ഓക്കെ, കാണു ഗൈസ്. അടിപൊളി ഏരിയ, എന്താ ഭംഗി, മനോഹാരിത. ബാക്കിയുള്ള ഡീറ്റെയിൽസ് വഴിയെ പറയാം ഗൈസ്. അപ്പോ കൊല്ലങ്കോട് എത്തിയിരിക്കുന്നു. ഇത് കുടിലിടം എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടെ 15 ഏക്കറിൽ കുടിലുകൾ വെച്ച് കെട്ടിയിട്ടും മറ്റുള്ള രീതിയിലുള്ള നമുക്ക് പ്രാചീന ലെവലിൽ ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ വരുമ്പോൾ ആദ്യം കാണുന്നത് 40 അടി താഴ്ചയുള്ള തവളക്കിണർ. ഇത് തവളക്കിണറാണ്. തവളക്കിണർ നിറയെ തവളകൾ ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും തവളക്കിണർ എന്ന് പേരിട്ടിട്ടുള്ളത്. അപ്പൊ ഇത് എന്താണ് പരിപാടി? വ്ലോഗ് എടുക്കണല്ലേ? കണ്ടിന്യൂ. ഭയങ്കര കാറ്റ്. നമ്മൾ എന്ന് വന്നപ്പോ നല്ല വെയിലാണ്, പക്ഷെ നല്ല കാറ്റുള്ള കാരണം കൊണ്ട് അടിപൊളിയാണ്, കാണാനും ഭംഗിയുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഇതൊന്ന് കാണിച്ച അത് അടച്ചത്, എന്നിട്ട് അത് ഒന്ന് തുറക്കട്ടാ ഉപ്പച്ചി വരുമ്പോ. ഇവിടെയൊക്കെ അടിപൊളിയാട്ടോ, ഞാൻ കാണിച്ചതേ. കണ്ടോ, ഇത് ശരിക്ക് നല്ല സൂപ്പർ ബാക്ക്ഗ്രൗണ്ട്. നോക്കിയേ, കണ്ടോ, നോക്കിയേ. ഹായ്, യെസ്, തുറന്നോട്ടാ. ഇത് നമ്മൾ കവാടം തുറക്കുമ്പോ കണ്ടോ കാഴ്ച. ഇങ്ങനെ വരണം അല്ല, ഇങ്ങനെ വരുമ്പോഴാണ് അതിന് ഭംഗിയില്ല. നോക്കിയേ, എല്ലാവരും കാണൂ. ഇവിടെ താമരക്കുളം കേട്ടോ, താമരകൾ കണ്ടോ, താമരകളുടെ ഒരു ചെറിയൊരു കുളമുണ്ട്. ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഇത് മിസ് ചെയ്തിട്ട് എല്ലാരും ഇവിടെ വരാൻ. ഇതെന്ത് സംഭവം കുഞ്ഞാ, അടിപൊളിയായിട്ടല്ലോ, സൂപ്പർ. വീഡിയോ എടുക്ക പോയിട്ട് കണ്ടില്ലേ, താമരക്കുളാണ്. എന്താ ഭംഗി. ഓക്കെ, ഇവിടെ പഴയ നമ്മുടെ കാളവണ്ടി കണ്ടോ, ഇതാണ് കാളവണ്ടി. അപ്പുറത്തും അതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ട്, കാളവണ്ടി തന്നെ കണ്ടല്ലോ. ഇത് ഏറുമാടം.
ഏറുമാടം കണ്ടോ. ഏറുമാടത്തിൽ ഒരു സമയം 4 പേർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ കേട്ടോ. ഇതിന്റെ ഉള്ളില് ഇരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് ഈ വ്യൂ മുഴുവനും എടുക്കാം. ഇവിടെ ഇരുന്ന് എല്ലാ ഭാഗം കാണാം. കുടിലുകള് പല പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഉണ്ട്. പിന്നെ പറയാനുള്ളത് ഇത് അടിപൊളിയാണല്ലേ, എന്ത് രസമാണ് കാണാൻ. ഉണ്ടാവും ഗായ്സ്. അപ്പോൾ നമ്മൾ വരുമ്പോൾ ഇവിടെ നമുക്ക് പ്രിയപ്പെട്ട ഒരു തോണി, വഞ്ചി കണ്ടോ. ഈ വഞ്ചി ഇവിടെ കരയ്ക്ക് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു വെള്ളം വരുമ്പോൾ ചിലപ്പോൾ അവിടെ ഇറക്കിയിരിക്കും. ഇല്ല, ഇറക്കാൻ സാധ്യത ഇല്ല, പൊട്ടിയ പൊളഞ്ഞ് എടുക്കാണ്. ഓൺലി ഫോട്ടോസ് മാത്രം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഞ്ചിയാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മുടെ മാങ്ങനാറി പൂക്കൾ, അതിൻ്റെ ഒരു അടിപൊളി വ്യൂ ആണ് കാണുന്നത് കണ്ടോ. ഇവിടെ കുഞ്ഞനും പൊന്നനും ഇപ്പൊ തന്നെ ഇല്ലില്ല, നല്ല രസമുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എവിടേക്ക് നിങ്ങൾ വീഡിയോ എടുക്കണല്ലേ? ഈ പൂക്കള് നോക്കി എന്ത് ഭംഗിയ കാണാൻ. കുഞ്ഞാ ഹായ് ഹായ്. നമുക്കിത് സ്ലോ മോഷൻ എടുത്തല. ഇത് കഴിയട്ടെ. നീ സ്ലോ മോഷനിൽ ഓടണ്ട, ജാതി സ്ലോ മോഷനല്ലേ. അടിപൊളി. എവിടെ അവിടെ ഹാർട്ട് ഉണ്ടാ? അങ്ങോട്ട് പോണം. അപ്പൊ ഹാർട്ടിനടിക്ക് പോണം അല്ലേ? ഹാർട്ട് വെയിറ്റ് ഹാർട്ടിലേക്ക് പോകാൻ പറ്റേ നമുക്ക്. ആദ്യം തന്നെ ഇവിടത്തെ അതൊക്കെ എടുക്കട്ടെ. എന്താ ഭംഗി ഗൈസ്, എന്ത് രസാ കാണാൻ. നോക്കിയേ, കാണൂ ഗൈസ്. കുടിലിൽ ഇരിക്കുന്ന കുഞ്ഞനും പൊന്നനും. ലൈറ്റ് നമ്മുടെ അതിനെന്താ പറയാ, അരിക്കലാമ്പല്ലേ? എവിടെയാണ് എവിടെ നീക്ക് നോട്ടെ. യെസ്, അരിക്കലാമ്പ് ആണ് ഗൈസ്. അടിപൊളി അല്ലേ ഗൈസ്. പാടങ്ങളുടെ നടുവിൽ നിന്നാണ് ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നത്, വീഡിയോ ഷൂട്ട്. പാടങ്ങളും ഒപ്പം തന്നെ മലനിരകള് പിന്നില്, ഒപ്പം തന്നെ ചെടികള്, അരുവികള്, നെൽക്കതിരുകള്, ഒപ്പം തന്നെ എന്താ പറയാ, ഒരു മനസ്സിന് സന്തോഷവും കുളിർമയും നൽകുന്നൊരു കുടിലിടം. ഇതാണ് ഈ സ്ഥലം. അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ള കാഴ്ചകളും കാണാം. ഓക്കെ. കണ്ടോ, എല്ലാരും കാണൂ. ഇവിടെ നല്ല നല്ല പൂക്കൾ. നമ്മുടെ എന്താ രസാ, എന്താ ഭംഗി കാണാൻ പൂവിന്റെ. കാണു ഗൈസ്, കണ്ടോ, ഇവിടെ നിറച്ചുണ്ട് പൂക്കള്. ഇത് കാണൂ. പാടത്തിന്ന് വരമ്പ് വെട്ടിയിട്ട് അപ്പുറത്തെ കണ്ടത്തിലേക്ക് വെള്ളം വിടുകയാണ്. അടിപൊളി ഗ്രാമക്കാഴ്ചയാണ് കേട്ടത്. നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമാണ്. നമ്മുടെ നാട്ടിലൊക്കെ മിസ് ചെയ്യുന്ന ഓരോ സംഭവങ്ങളാണ് ഇതൊക്കെ. എല്ലാവരും ശ്രദ്ധിക്കുക. ഈ വഴി വരുമ്പോ, കൊല്ലങ്കോട് വരുമ്പോ എല്ലാരും ഇത് കാണുക. കണ്ടോ എന്ത് ഭംഗിയാണ് കാണാൻ. കണ്ടോ, എന്താ രസം. കളറാണ് ഹൈലൈറ്റിന്റെ.
ഓക്കെ. കുറച്ച് ഡ്രോണൊന്നും നമ്മളില്ലാത്തതുകൊണ്ടാണ്. ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു കാണാനും ഇത് എടുക്കാനൊക്കെ ആയിട്ട്. ഡ്രോൺ നമ്മുടെ കയ്യിലില്ല. പകരം നമുക്ക് കുറച്ച് സ്ലോ മോഷൻ വീഡിയോസ് ഒക്കെ എടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ 20 രൂപയാണ് എൻട്രി പാസ്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പാസ് എടുക്കണ്ട, ഫ്രീ എൻട്രി ആണ്. അപ്പോൾ എല്ലാവരും പാലക്കാട് വരുന്നവർ കൊല്ലങ്കോട് കുടിലിടം ഒന്ന് സന്ദർശിക്കുക. നമുക്ക് എത്ര നേരം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാട്ടോ. ഇവിടെ അടിപൊളി കാറ്റാണ്, അത് കാരണം കൊണ്ട് ചൂട് നമുക്ക് ഫീൽ ചെയ്യില്ല. നല്ല ഭംഗിയുള്ള പ്രദേശം. ഗൈസ്, ഇപ്പൊ നമ്മള് അതിന്റെ അവിടെയാണ് എൻട്രൻസ് വരുന്നത്, കണ്ടോ. ഇപ്പൊ നമ്മൾ ഇതിന്റെ ഈ ഭാഗത്തേക്ക് എത്തി. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ലവ് ഷേപ്പിൽ, ഹൃദയത്തിന്റെ ഷേപ്പിൽ പ്രണയം ഉള്ളവർക്ക് ഇരുന്ന് ഫോട്ടോ എടുക്കാം. പ്രണയമില്ലാത്തവർക്കും ഇരുന്ന് ഫോട്ടോ എടുക്കാം കേട്ടോ. അതൊരു കുഴപ്പമില്ല. കണ്ടോ, അത് കണ്ടില്ലേ, മുള കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. നല്ല ഭംഗിയുണ്ടല്ലേ, അടിപൊളി. ഓക്കെ, കണ്ടോ. അടിപൊളി, സൂപ്പർ. ശരിക്കും ഇത് കയറി ഇരുന്നിട്ട് വെള്ളം തിരിച്ചു വിടുന്ന സംഭവമാണത്. വെള്ളം അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് തിരിച്ചു വിടാനുള്ള സംഭവമാണ്. അടിപൊളി. കുഞ്ഞൂസ് ആള് വരെ ബിസിയിലാണ്. അവിടെ കണ്ടോ 2 വ്ളോഗേഴ്സ് ഇരിക്കുന്നത് കണ്ടോ, സൂം ചെയ്യാം. കണ്ടോ, കേട്ടില്ല, വ്ളോഗിങ് ആണ് രണ്ടാളും. പൊളി പൊളി, നല്ല സ്ഥലം കേട്ടോ കാണാൻ, അടിപൊളി സ്ഥലമാണ്. കണ്ടോ എന്താ ഭംഗി. അത് നമുക്ക് നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോയിൽ എത്ര ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഒരു മനസ്സിൻ്റെ ഒരു കുളിർമയും അതുപോലെ തന്നെ സന്തോഷം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എല്ലാവരും വരിക, കാണുക. ഞാൻ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കാണേണ്ട സ്ഥലം തന്നെയാണ്. നമ്മുടെ ഞങ്ങളുടെ നാട് തൃശ്ശൂരാണ്. തൃശ്ശൂർ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊരു ഇവരിങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന രീതി അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഇത്രയ്ക്കും ഭംഗിയൊന്നും ചിലപ്പോൾ ഉണ്ടാവാം, നമ്മൾ കാണാതെ ആവാം. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഏരിയ. ഇവിടെ നമുക്ക് നേരത്തെ കണ്ട നമ്മുടെ പൂവിൻ്റെ ചെണ്ടുമല്ലി കാണാറുണ്ട്. ചെണ്ടുമല്ലി കണ്ടോ, ഉണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഹായ്. അപ്പോൾ നമ്മളിപ്പോ ഒരു കുടിലിന്റെ ഉള്ളിലിരിക്കുകയാണ്. ഇത് ചെറുതാണ്, വളരെ ചെറുത്.
എനിക്കെത്തില്ല എന്താ കുഞ്ഞാ എനിക്കെത്തില്ല ഏ? എനിക്കെത്തില്ല ഇരിക്കാൻ നിനക്ക് എനിക്ക് ഇരിക്കാൻ എത്തില്ല ഇല്ല. എടുക്കാം ആ. അപ്പോ കുഞ്ഞനും ഞാനും ഈ ചെറിയ കുടിലിനുള്ളിൽ ഇരിക്കുകയാണ് ഗൈസ്. സംഭവം നന്നായിട്ടില്ല കുഞ്ഞ, ഇഷ്ടപ്പെട്ടോ? ആ ആ. അപ്പോ ഇവിടെ വരുന്നവര് ഇത് മിസ് ചെയ്യാൻ പാടും കുഞ്ഞ സ്ഥലം. ചെയ്യാൻ പാടില്ല. നമ്മുടെ നാട്ടിലൊന്നും ഇല്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊന്നും ഇല്ല അല്ലെ, സാഹചര്യം ഇല്ല നമുക്ക് കാണാനായിട്ട്. അപ്പൊ ഇവിടെ വരുന്നവര് എല്ലാവരും എത്തി, വ്ളോഗർ എത്തി. എങ്ങനെയുണ്ട് വ്ളോഗ് ഇന്നത്തെ നിങ്ങളുടെ? അടിപൊളിയുണ്ട്. സൂപ്പർ ആയിട്ട്. അപ്പൊ നമുക്കിനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പതുക്കെ ഇവിടെ നീങ്ങിയാലോ? കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാണ്ട് ഫോട്ടോസ് എടുത്തിട്ട് നമുക്ക് പതുക്കെ ഫോട്ടോസ് ഒക്കെ എടുത്ത് നമുക്ക് പതുക്കെ അടുത്ത സ്ഥലം എവിടെയാ ഇനിയുള്ളത് പറഞ്ഞ? അടുത്തത് താമരപ്പാടം കണ്ടുള്ള സ്ഥലം തോന്നുന്നു. അവിടെ ഫുൾ താമര ഉണ്ടാവും. അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അതില് നോക്കിയോ? ഓക്കെ, നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്തത്, അപ്പൊ നമ്മുടെ കൊല്ലങ്കോട് യാത്രയിലത്തെ ആദ്യത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. കുടിലിടം. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരും. അപ്പൊ എല്ലാവരും അത് കാണുക, വെയിറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഡേ അത് വരും. ഓക്കെ, ബൈ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങളുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നുണ്ടോ? നമുക്ക് അങ്ങനെ ചെയ്യാം അല്ലേ? അതല്ലേ രസം, അത് മതി. അപ്പൊ അവരുടെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യും. അപ്പൊ നമ്മുടെ ഇവിടെ വരുന്നവര് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലം കുടിലിടം. എല്ലാവരും വരിക, കാണുക. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. അത് കുഞ്ഞിനെ വിട്ടുകൊടുത്തേക്ക് അത് പറയാനായിട്ട്. അപ്പൊ നെക്സ്റ്റ് ടൈം കാണാം, അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ. ബൈ പറഞ്ഞ എന്റെ വീഡിയോയിലും ബൈ പറയൂ. ബൈ ഗൈസ്. ഓക്കെ, താങ്ക് യു.